RSS ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. വാർഷികങ്ങളെപ്പറ്റി പറയുമ്പോൾ നൂറ്റാണ്ട് തികയ്ക്കുന്ന RSS കൂടി വാർത്തയിലുണ്ട്. കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ ഉയർത്തിയ ആവശ്യവും. കഴിഞ്ഞ ജൂലൈയിൽ കാരവൻ മാഗസിൻ്റെ കവർ സ്റ്റോറി RSSനെ പറ്റിയായിരുന്നു. RSS എന്നൊന്ന് ഇല്ല എന്ന് അമൃത സിംഗിൻ്റെ ലേഖനത്തിന് തലക്കെട്ട്. പുറം ചട്ടയിൽ സൂക്ഷിച്ചു നോക്കിയാൽ ബ്രാക്കറ്റിലൊരു വിശദീകരണം കാണാം. RSS എന്നൊന്നില്ല എന്നതിന് ശേഷം കടലാസിൽ എന്ന് ബ്രാക്കറ്റിലെ വിശദീകരണം. അത് കടലാസിലാണ് ഇല്ലാത്തതെന്ന് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. RSS സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഗാന്ധി ഘാതകൻ ഗോഡ്സെ RSS അംഗമല്ല എന്ന് പറയാൻ സൗകര്യമായി. പക്ഷേ 2020 ജനുവരിയിൽ കാരവനിൽ വന്ന കവർ സ്റ്റോറിയിൽ, പിന്നീട് സ്വന്തം പുസ്തകത്തിലും ധീരേന്ദ്ര ഝാ തെളിവ് നിരത്തി കാണിച്ചു ഗോഡ്സെ അവസാനം വരെ RSSകാരനായിരുന്നു എന്ന്. RSS ഇത് നിഷേധിക്കാറാണ്. രജിസ്ട്രേഷനോ അംഗത്വ രേഖകളോ ഇല്ലാത്തതുകൊണ്ട് അതിന് സൗകര്യവുമാണ്. പക്ഷേ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേൽ പ്രധാനമന്ത്രി നെഹ്റുവിന് എഴുതിയ കത്തിൽ RSSൻ്റെ ഈ ഒളിച്ചുകളി എടുത്തു പറഞ്ഞു. രേഖയും രജിസ്റ്ററും ഇല്ലാത്ത സംഘടനയിൽ അംഗത്വം തെളിയിക്കുക പ്രയാസമാണെന്ന്. ഗാന്ധി വധത്തിൽ RSSൻ്റെ പങ്ക് ബോധ്യപ്പെട്ടതിനാലാകുമല്ലോ പട്ടേൽ അതിനെ നിരോധിച്ചത്. എങ്ങുമുണ്ട് എന്നാൽ എങ്ങുമില്ല എന്ന അവസ്ഥയാണ് RSSന്. മാധ്യമങ്ങൾ ഇതിൽ അസാധാരണത്വം കണ്ടില്ല. നിഴൽ സംഘടന എന്ന് വിളിച്ചില്ല. എന്നല്ല, കഴിഞ്ഞ ഒക്ടോബറിൽ ഗാന്ധി ജയന്തിയും RSS ശതാബ്ദിയും ഒത്തുവന്നപ്പോൾ വാർത്തകളിൽ ഗാന്ധിജിക്കല്ല അവ പ്രാമുഖ്യം നൽകിയത്. അതിൽ വൈരുദ്ധ്യവുമല്ല അവ കണ്ടത്, സാധ്യതകളാണ്. ഗാന്ധിജിയെയും RSSനെയും ഒരുമിച്ച് ആഘോഷിച്ച പ്രധാനമന്ത്രിയും പത്രങ്ങളും അതുവഴി RSSന് സ്വീകാര്യതയുണ്ടാക്കാനാണ് ശ്രമിച്ചത്. മാധ്യമങ്ങൾ അടക്കമുള്ള പ്രചാരണോപാധികളിൽ ഒരു പുതിയ ആഖ്യാനവും രൂപപ്പെട്ടു വരുന്നുണ്ട്. RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന വസ്തുത മറച്ച് വികസിത ഭാരതത്തിൻ്റെ വക്താക്കളാണെന്ന നാരേറ്റീവ്, ഗാന്ധിക്കെതിരല്ല ഗാന്ധി പക്ഷത്താണ് എന്ന നാരേറ്റീവ്, സ്ഥാപകർ മുന്നോട്ട് വെച്ച വംശീയത അല്പം പോലും തിരുത്താതെ RSSനെ മഹത്വവൽക്കരിക്കുന്ന ക്യാമ്പയിൻ, ശതാബ്ദി അതിനുള്ള അവസരമാക്കുന്നു. വിമർശനാത്മകമായ വിലയിരുത്തൽ മാറ്റിവെച്ച് മാധ്യമങ്ങളും കൂടെ ചേരുന്നു. വിദേശ മാധ്യമങ്ങൾ കുറെക്കൂടെ വസ്തുതാപരമായ നിലപാടെടുത്തു. വാഷിംഗ്ടൺ പോസ്റ്റ് ഉദാഹരണം. പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള RSS ശ്രമത്തെപ്പറ്റിയാണ് ഈ ലേഖനം. പഴയ RSS അല്ല ഇത്, കൂടുതൽ സൗമ്യം എന്ന് വരുത്താനുള്ള ശ്രമത്തെപ്പറ്റി. ഇന്ത്യയിലാകട്ടെ RSSൻ്റെ വിമർശകരെ ഉന്നമിട്ടുള്ള ലേഖനങ്ങൾ ധാരാളം. ഇന്ത്യയിൽ പഴയ തീവ്രത വിട്ട് മൃദു സ്വഭാവം സ്വീകരിച്ച ഒന്നായി സംഘടനയെ ചിത്രീകരിച്ചു വരുമ്പോഴാണ് ഇക്കൊല്ലം മാർച്ചിൽ US കോൺഗ്രസിൻ്റെ കമ്മീഷൻ ഗൗരവപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടുന്നത്. രാജ്യാന്തര മതസ്വാതന്ത്ര്യ റിപ്പോർട്ടിൽ കമ്മീഷൻ പറഞ്ഞു, RSSനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നു എന്നും RSSുമായുള്ള അടുപ്പം കാരണം BJP പക്ഷപാത നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്ന്. US പാർലമെൻ്ററി സമിതിയുടേത് രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ഒരു ഔദ്യോഗിക നിയമരേഖയാണ്. ഇന്ത്യൻ സർക്കാർ അത് അപ്പടി തള്ളിയെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഡേറ്റ അനലിസ്റ്റായ പ്രകാശ് ഈ അമേരിക്കൻ റിപ്പോർട്ടും അതിൻ്റെ പശ്ചാത്തലവും വിശകലനം ചെയ്ത് ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. The Commission also documents incidents of mob violence, hate speech, and attacks on places of worship. It specifically refers to attacks on Muslims and ഔദ്യോഗിക നിഷേധം വന്നതോടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്ന് ഈ റിപ്പോർട്ടിന്റെ വാർത്ത അപ്രത്യക്ഷമായി തുടങ്ങി എന്ന് അജയ് പ്രകാശ്. Within days, the government of India rejected the report, calling its findings unacceptable. Most Indian television channels moved on. The story disappeared from public debate. ഇവിടെ അത് കാണാതായപ്പോൾ തന്നെ US മാധ്യമങ്ങളിൽ മറ്റൊരു വിവരം പുറത്തു വന്നു. USൽ പ്രവർത്തിക്കുന്ന ലോബികളെപ്പറ്റി കോൺഗ്രസിന് റിപ്പോർട്ട് നൽകാറുണ്ട്. 2025 വർഷത്തെ പറ്റിയുള്ള റിപ്പോർട്ടിൽ RSS അമേരിക്കൻ ലോബിയിങ് കമ്പനിയെ നിയോഗിച്ചതായി പറഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് RSSനെ പരിചയപ്പെടുത്തുകയായിരുന്നു കരാറിൽ പറഞ്ഞ ലക്ഷ്യം.
The first highlighted box names the client, Rashtriya Swayamsevak Sangh, the RSS. The second identifies the lobbying firm, Squire Patton Boggs, one of Washington's best known lobbying firms. Then comes perhaps the most remarkable line in the entire filing. Under specific lobbying issues, the objective is written in plain English. Introduce the Rashtriya Swayamsevak Sangh, the RSS, to US officials. RSS ഇത് നിഷേധിച്ചു. തങ്ങൾ ആരെയും ഇങ്ങനെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനു പിന്നാലെ ഔദ്യോഗിക ഫയലിൽ നിന്ന് ആ ഭാഗം മാറ്റി. എങ്കിലും RSSനെ നന്നായി പരിചയപ്പെടുത്താൻ വേണ്ടി ആരോ 2.5 കോടിയിലേറെ രൂപ ഒരു കമ്പനിക്ക് നൽകിയത് എന്തിന് എന്ന ചോദ്യമുണ്ട്. Why would an organization that repeatedly describes itself as a cultural organization operating only in India require one of America's biggest lobbying firms to introduce it to officials in Washington? What exactly was it trying to achieve? Who approved this expenditure? And where did the money come from? അജയ് പ്രകാശ് ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊപ്പം മറ്റൊന്നുകൂടി ചേർക്കണം. ഈ ലോബിയിങ് വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങളിൽ മിക്കവാറും കാണാതിരുന്നത് എന്തുകൊണ്ട്? Why was this story almost invisible in the Indian media? And more importantly, is this an isolated incident or is it part of a much bigger pattern? റോയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും ഇത്തരം സാഹചര്യത്തിൽ കൂടിയാണ് കർണാടക ആഭ്യന്തരമന്ത്രി നിർദ്ദേശിക്കുന്നത് RSS നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്ന്. സ്വന്തം അവസ്ഥ, നിയമപദവി, സംഘടനയുടെ ഘടന, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കണം. യുദ്ധത്തിന് സൈന്യം 6 മാസം എടുക്കും, RSSന് 3 ദിവസം മതി എന്ന് RSS മേധാവി പറഞ്ഞിരുന്നല്ലോ. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ രേഖകളിലില്ല. നാട്ടിലുണ്ട്, അധികാരത്തിലുണ്ട്, വിദേശത്തുമുണ്ട്. എന്നിട്ടും നിയമപരമായ സുതാര്യത ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്താണ് ഈ സംഘടന? സംഘമാണ്, പക്ഷേ സംഘടനയല്ല. നേതാക്കളുണ്ട്, പക്ഷേ സംഘടനയല്ല. പ്രവർത്തിക്കുന്നു, പക്ഷേ സാമ്പത്തിക ക്രയവിക്രയമില്ല. സാംസ്കാരിക സംഘമാണ്, പക്ഷേ രാഷ്ട്രീയത്തെ നയിക്കുന്നു. ഈ സുതാര്യതയില്ലായ്മയാണ് പരിഹരിക്കേണ്ടത്. ഇത്തരം ചിന്തകൾ ഉയർത്തിക്കൊണ്ടാണ് ശതാബ്ദിയും US റിപ്പോർട്ടും ഖാർഗെയുടെ നിർദ്ദേശവും വാർത്തയായത്. ചരിത്രവും പ്രവർത്തനങ്ങളുമാണ് ഒരു സംഘടനയെ വിലയിരുത്താൻ പ്രയോജനപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ. പുകമറയ്ക്കുള്ളിൽ ഒന്നിനും ജനവിശ്വാസം ആർജിക്കുക സാധ്യമല്ല. പഴയ തെറ്റുകളെ തള്ളിപ്പറയാതെ മുന്നോട്ട് പോകാനും ആകില്ല.